Hello my dear kids. Paper boats. English 4th standard second chapter ആണ് paper boats. So ഈ ഒരു വീഡിയോയിൽ നമ്മൾ paper boats chapter detailed ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ paper boatsൽ നമ്മൾ ലേൺ ചെയ്തിരിക്കേണ്ട കുറേ ന്യൂ വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സും അതിന്റെ മീനിങ്ങും മലയാളത്തിലും നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. So throughout ഈ വീഡിയോ കാണാം. See, look at the picture. It's really lovely. See, water splashing and one boy and girl is here, and we can also see two or more paper boats are there. So the story may be related to the friendship or something else. Anyway, directly we go to the story. Down the stream. See, a girl is sitting near the stream and she is doing something. What is she doing? She is actually launching loads of paper boats. See, here loads of paper boats are resided there, and there a boy, he was actually walking towards her. So let's read the story. Okay. Anna gently walked towards the stream of muddy rainwater. So the character name is Anna. Anna is sitting here. എന്താണ് ചെയ്യുന്നത്? Walk towards the stream of muddy rainwater. അപ്പം ആ സ്ട്രീമിനടുത്തേക്ക് നടന്നു വരികയാണ്. എങ്ങനെയുള്ള സ്ട്രീമാണത്? മട്ടി റെയിൻ വാട്ടർ കൊണ്ട് നിറഞ്ഞ സ്ട്രീമാണ്. എന്ന് വെച്ചാൽ നല്ല മഴയൊക്കെ കഴിഞ്ഞിട്ട് ചെളിവെള്ളമാണ് നമ്മുടെ സ്ട്രീമിലുള്ളത്. എന്നിട്ടോ she bent a little and launched a paper boat. അവളൊന്ന് ബെൻഡ് ചെയ്തിട്ട് എന്നിട്ട് ഒന്ന് ചാഞ്ഞ് launched a paper boat. ലോഞ്ച് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? വിക്ഷേപിക്കുക എന്ന് മലയാളത്തിൽ പറയും. എന്ന് വെച്ചാൽ നമ്മൾ റോക്കറ്റ് ഒക്കെ ലോഞ്ച് ചെയ്യുന്നത് പറയില്ല, അതുപോലെ അവൾ ഓരോ പേപ്പർ ബോട്ട്സ് ആയിട്ട് ലോഞ്ച് ചെയ്യാണ്. ഓക്കെ, then let's read. It sailed down the stream swiftly and proudly. അതങ്ങനെ വെള്ളത്തിലൂടെ സെയിൽ ചെയ്ത് പോയി. അതായത് വെള്ളത്തിലൂടെ ഷിപ്പും ബോട്ട്സ് ഒക്കെ പോകുന്നതിനാണ് നമ്മൾ സെയിൽ ചെയ്യാന്ന് പറയാം. ആൻഡ് ഡൗൺ ദ സ്ട്രീം സ്വിഫ്റ്റ്ലി ആൻഡ് പ്രൗഡ്ലി. സ്വിഫ്റ്റ്ലി എന്ന് വെച്ചാൽ എന്താണ്? വേഗത്തോടെ. അങ്ങനെ വേഗത്തോടെ അത് വെള്ളത്തിലൂടെ അങ്ങനെ ഒഴുകിപ്പോയി. എന്നിട്ടോ she went on placing a number of paper boats in the stream. So അവൾ എന്ത് ചെയ്തു? ബാക്കിയുള്ള പേപ്പർ ബോട്ട്സും കൂടി അതുപോലെ അങ്ങനെ ഒഴുക്കി വിട്ടു. Then she was delighted. Yes, she was very happy. Delighted. അവൾ സന്തോഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ വാക്കുകളൊക്കെ കൂട്ടുകാരൊന്ന് ഓർത്തു വെക്കുക. ഇനി എന്താ സംഭവിച്ചത്? Suddenly something horrible happened. അപ്പൊ പെട്ടെന്ന് എന്തോ സംഭവിച്ചു. ഹൊറിബിൾ ആയിട്ടുള്ളത് എന്തോ, ഭീകരമായ എന്തോ ഒന്ന് സംഭവിച്ചു. What could be the horrible thing? എന്തായിരിക്കും? So let's read the next part. An angry girl. Look at the picture. The boy is doing something. Okay? And see, the girl is just watch the boy. So let's read it. A fat boy pounced on one of her boats and pulled it. Yes, a fat boy. Yes, നമ്മുടെ പിക്ചറിലുള്ള ബോയ് വളരെ ഫാറ്റ് ആണ് അല്ലേ? The boy pounced one of her boat. Pounce ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? പൗൺസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് തട്ടിപ്പറിക്കാറില്ലേ എന്തെങ്കിലും കാര്യം? റാഞ്ചോ എന്നൊക്കെ പറയില്ലേ? പെട്ടെന്ന് ചെയ്യാം, വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് someone else. അതിനാണ് പൗൺസ് ചെയ്യാന്ന് പറയാ. ആൻഡ് എന്താ ചെയ്തത്? അവളുടെ ഒരു ബോട്ട് അവൻ അങ്ങ് പെട്ടെന്ന് തട്ടിപ്പറിച്ചു. എന്നിട്ടോ he turned the boat upside down. അവൻ ആ ബോട്ട് എന്ത് ചെയ്തു? മറിച്ചിട്ടു. എന്നിട്ടോ തേർഡ് ലൈൻ, Anna stared at the boy. Stared എന്താണ്? നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. തുറിച്ചു നോക്കുന്നതിനാണ് നമ്മൾ സ്റ്റെയർ ചെയ്യാന്ന് പറയാം. തുറിച്ചു നോക്കുക. അതൊക്കെ നമ്മുടെ അന്ന ആ ഫാറ്റ് ബോയിനെ തുറിച്ചു നോക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നിട്ടോ he was fat and dirty. Yes, he was very fat and dirty. അവൻ ഫാറ്റ് മാത്രമല്ല, അവൻ തീരെ വൃത്തികെട്ട രീതിയിൽ ഡ്രസ്സ് ചെയ്ത ചളിയൊക്കെ ആയിട്ടുള്ളൊരു ബോയ് ആണ്. He did not mind Anna's face. So he didn't mind her. അവൾ ഭയങ്കര ആംഗ്രി ആയിട്ട് നോക്കുന്നതൊന്നും അവൻ നോക്കിയില്ല. Anna ran home. അവൾ എന്ത് ചെയ്യും? She can't do anything else. So she just ran home. What did the boy pounce on the boat? എന്തുകൊണ്ടായിരിക്കും? Let's see. And what would Anna do now? Yes, Anna just ran to the home. So we read the next part. A solution. Solution എന്ന് വെച്ചാൽ എന്താണ്? പരിഹാരം അല്ലേ? And see the picture. A lady is sitting here and this is Anna and she is saying something to the lady. So let's read.
Anna's aunt Arundhati was sitting in an armchair. So she is Anna's aunt and her name is Arundhati. And she is sitting in an armchair. Armchair എന്ന് വെച്ചാൽ എന്താണ്? See the picture. ഇതേപോലെ നമ്മുടെ പണ്ടത്തെ ചാരു കസേരയ്ക്കാണ് armchair എന്ന് പറയാ ട്ടോ. And Anna's face was red with anger. See her face? It was red. And she pouted her lips and said, here you have to underline the word pouted എന്ന് വെച്ചാൽ നമ്മൾ ദേഷ്യം കൊണ്ടൊക്കെ ചുണ്ട് ഒരു ഭാഗത്തേക്ക് കൂട്ടി സംസാരിക്കില്ലേ, അതിനാണ് pouted എന്ന് പറയാ. Okay. And then third line. That naughty boy, he overturned my boat, she said. വൃത്തികെട്ട ആ naughty boy overturned my boat. എൻ്റെ ബോട്ടൊക്കെ മറിച്ചിട്ടു എന്ന് അന്ന എന്താ പറയാ, അന്ന is sent to the lady. Okay. Then don't worry, I will make another one for you. അപ്പം നമ്മുടെ അരുന്ധതി എന്ത് പറഞ്ഞു? Don't worry, ഞാൻ വേറൊന്ന് ഉണ്ടാക്കി തരാം. Aunt Arundhati tried to console her. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താ ചെയ്തത്? നമ്മുടെ അരുന്ധതി അന്നയെ ആശ്വസിപ്പിച്ചു അല്ലെ? ആശ്വസിപ്പിച്ചു. Okay, then what if he takes that one too? അപ്പം നമ്മുടെ അന്ന പറയാണ്, അപ്പൊ അവൻ അതും എടുത്താലോ? Okay, then I will make a few more for you. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് a few more, കുറച്ചുകൂടി ഉണ്ടാക്കി തരാം എന്ന് അരുന്ധതി പറഞ്ഞു. എന്നിട്ടോ അപ്പൊ നമ്മുടെ അന്ന എന്താ പറഞ്ഞത്? Yes. What if he takes all of them? അപ്പൊ അവൻ അതൊക്കെ എടുത്താലോ? അപ്പൊ നമ്മുടെ അരുന്ധതി പറഞ്ഞു, no. Second line. He won't. അവൻ ചെയ്യില്ല. I will make a few for him as well. Yes, I will make something for him too. അവനും കൂടി ഞാൻ കുറച്ചുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. And third, but why should you make boats for him? നിങ്ങൾ എന്തിനാ അവന് ബോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് അന്ന ചോദിച്ചു. He seems to be a poor child. Poor child എന്ന് വെച്ചാൽ അവനൊരു പാവപ്പെട്ട കുട്ടിയാണെന്ന് തോന്നുന്നു എന്ന് അരുന്ധതി പറഞ്ഞു. Then why can't he make them himself? അവൻ തന്നെ ഉണ്ടാക്കിക്കൂടെ? He is so big. അവൻ വലിയ കുട്ടിയാണെന്നാണ് നമ്മുടെ അന്ന പറയുന്നത്. Maybe no one has taught him how to make boats. അപ്പൊ നമ്മുടെ അരുന്ധതി പറഞ്ഞു, ചിലപ്പോൾ അവൻ ആരും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല how to make boats എന്നത്. Why doesn't he go to school? He is so rude. അപ്പോഴും നമ്മുടെ അന്ന വിടുന്നില്ല. അന്ന എന്താ പറയുന്നത്? അവൻ എന്താ സ്കൂളിൽ പോയിട്ടില്ലേ? He is so rude. അവൻ വളരെ റൂഡാണ്. അവൻ എന്താ റൂഡ് എന്ന് പറയാൻ കാരണം എന്താണ്? അവൻ വളരെ അപമര്യാദയായിട്ടാണ് നമ്മളെ അന്നയോട് പെരുമാറിയത്. സോ അവൾ എന്ത് പറഞ്ഞു? He is so rude എന്ന് പറഞ്ഞു. എന്നിട്ടോ Aunt Arundhati just smiled. അത് കേട്ടപ്പോൾ നമ്മുടെ അന്നയുടെ ആന്റി ജസ്റ്റ് സ്മൈൽ ചെയ്തു അല്ലെ? അപ്പൊ അന്നയുടെ ആന്റി എങ്ങനെയുള്ള ആളാണ്? What was Aunt Arundhati's response when Anna complained about the boy? Yes, അരുന്ധതി വളരെ കൺസോൾ ചെയ്ത് വളരെ സ്മൈൽ ആയിട്ട് ടേക്ക് ഇറ്റ് ഈസി ആയിട്ടാണ് അതിനെ റെസ്പോണ്ട് ചെയ്തത്. അല്ലാതെ ആഹാ അവനെ കാണട്ടെ എന്നാണോ പറഞ്ഞത്? അല്ല. And the boy is so rude. Why did Anna say so? Because the boy is actually overturned her boat. അപ്പോൾ സ്വാഭാവികമായിട്ടും Anna is very എന്താ പറയാ, she is really angry with him. പിന്നെയോ Aunt wanted to make paper boats for the boy too. Do you agree with her? Of course. അങ്ങനെയാണ് വേണ്ടത് അല്ലേ? അല്ലാതെ നമ്മൾ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ അത് കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണോ വേണ്ടത്? അല്ല, നമ്മൾ അതിനെ സിമ്പിൾ ആയിട്ട് പോസിറ്റീവ് ആയിട്ട് എടുത്താൽ നമുക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് നമ്മുടെ ആണ്ട് അരുന്ധതി. ഗുഡ് ഗൈഡൻസ്. ഗൈഡൻസ് എന്ന് വെച്ചാൽ എന്താണ്? നല്ല ഉപദേശങ്ങൾ അല്ലേ? അതാണ് ഗുഡ് ഗൈഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് എന്താ നോക്കാം. See what they are doing here. So the Aunt Arundhati is actually cutting and making something, and here Anna is just observing her. So let's read. In no time a boat was ready and then few more. So സമയം പോലും എടുക്കാതെ നമ്മുടെ അരുന്ധതി ബോട്ട് ഉണ്ടാക്കി. And few more, കുറച്ചും കൂടി. Finally she gave all the boats to Anna and said, here go and have fun. ദാ ഇതെല്ലാം കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു, നീ പോയിട്ട് കളിക്കുന്നു പറഞ്ഞു. എന്നിട്ടോ clutching the boats tightly, Anna started walking hesitantly towards the stream. അപ്പം അങ്ങനെ അതൊക്കെ കൈ പിടിച്ചുകൊണ്ട്, അപ്പൊ ക്ലച്ചിങ് എന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ മുറുകെ പിടിക്കുന്നതിനാണ് നമ്മൾ ക്ലച്ചിങ് എന്ന് പറയാ കേട്ടോ. അപ്പം ആ ബോട്ട്സ് ഒക്കെ കൈ പിടിച്ചിട്ട് അവൾ എങ്ങോട്ട് പോയി? Anna started walking hesitantly. Hesitantly എന്ന് വെച്ചാൽ മടിയോടെ, വലിയ താല്പര്യമൊന്നും ഇല്ല നമ്മുടെ അന്നയ്ക്ക്,
അപ്പം അങ്ങനെ മടിയോടെ അവൾ അതൊക്കെ കൈ പിടിച്ചിട്ട് എങ്ങോട്ട് പോയി? ടുവേഴ്സ് ദ സ്ട്രീം, സ്ട്രീമിലേക്ക് പോയി. ദ ബോയ് വാസ് സ്റ്റിൽ ദർ, അപ്പോഴും ആ കുട്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഹി ലുക്ക്ഡ് അറ്റ് ഹർ ക്യൂരിയസ്ലി, അപ്പം അവളെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് സൂക്ഷ്മതയോടെ അവനങ്ങ് നോക്കുകയാണ്. എന്താണ് വാട്ട് ഷീ ഡൂയിങ് നെക്സ്റ്റ്, അവൾ എന്തായാലും ചെയ്യാൻ പോകുന്നതെന്ന് അവൻ നോക്കുന്നത്. അപ്പോഴോ Anna took out 2 not so good boats and held them out. അപ്പോൾ അവൻ അത്ര നല്ലതല്ലാത്തൊരു 2 ബോട്ട്, കൂട്ടത്തിൽ 2 അത്ര സുഖമില്ലാത്ത ബോട്ട് അന്ന കയ്യിലെടുത്തു. Here you are, എന്നിട്ട് അവൾ അത് അവന് കൊടുത്തു. എന്നാ പിടിച്ചോന്ന് പറഞ്ഞിട്ട്. She handed the boat over to the boy without a trace of smile. അപ്പോൾ അതാണ്, അതായത് ചിരിയുടെ ഒരു തരി പോലും ഇല്ലാതെ, അവൾ ഒരു താല്പര്യവും ഇല്ലാതെ ആ 2 ബോട്ട്സ് അവന് കൊടുത്തു. Only for the sake of her aunt. The boy took them and just stood there quickly. അപ്പം അവൻ അത് കിട്ടിയ സമയത്ത് അവൻ ആകെ സർപ്രൈസ്ഡ് ആയിട്ട് അത് വാങ്ങിച്ച് അവിടെ തന്നെ നിന്നു. He did not know what to say. അവൻ അറിയില്ല എന്താ പറയേണ്ടതെന്ന്. Because he is really expecting something else. അവൾ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരുന്നൊക്കെ വിചാരിച്ച സമയത്ത് അവൾ എന്താ ചെയ്തത്? 2 ബോട്ട്സ് അവന് കൊടുത്തപ്പോൾ he is really surprised, അല്ലേ? ഇനിയോ So here is the last part, that is a true friendship. നമുക്കിവിടെ അന്നേനെയും കാണാം, ബോയിനെയും കാണാം. ഫാറ്റ് ബോയ് ഇപ്പൊ അവന്റെ ഫേസ് ഒക്കെ കണ്ടോ, ഭയങ്കര എന്താ പറയാ താഴ്ന്നാണ് ഇരിക്കുന്നത് അല്ലേ? നമുക്ക് വായിച്ചു നോക്കിയാലോ. അന്ന gently launched her boat. അപ്പൊ അവൻ അത് കൊടുത്തതിന് ശേഷം അന്ന അവളുടെ ബോട്ട് ലോഞ്ച് ചെയ്തു. Swiftly the boat sailed down the stream. അപ്പൊ അങ്ങനെ വേഗത്തോടെ ആ ബോട്ട് സ്ട്രീമിലൂടെ പോയി. The boy stood there watching it. So ഇപ്പൊ നമ്മുടെ ബോയ് അത് he just stood and watching it. അത് അങ്ങനെ അവിടെ നിന്ന് നോക്കി, അല്ലാതെ തട്ടിപ്പറിക്കാനൊന്നും പോയില്ല. A faint smile appeared on his lips. അപ്പൊ അത് കണ്ട സമയത്ത് അവന്റെ മുഖത്ത് ഫെയിന്റ് സ്മൈൽ എന്ന് വെച്ചാൽ എന്താ? മങ്ങിയ ഒരു ചിരിക്കാണ് നമ്മൾ ഫെയിന്റ് സ്മൈൽ എന്ന് പറയാ. അവന്റെ മുഖത്ത് വന്നു, മുഖത്തല്ല ചുണ്ടിൽ വന്നു. എന്നിട്ടോ അന്ന looked at the boy through the corner of eyes. അപ്പൊ അവളങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ നമ്മൾ നോക്കാറില്ലേ, കണ്ണിന്റെ ഒരു സൈഡ് കൂടെ അവൻ എങ്ങനെ നോക്കി. Suddenly he saw the boat getting caught in a heap of mud and stones. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെയുള്ള മഡും സ്റ്റോൺസിലൊക്കെ ആ ബോട്ട് അങ്ങ് ചതുങ്ങി നിന്ന് അതിന്റെ മുകളിൽ പോയത് അവൻ കണ്ടു. വാട്ടർ സ്പ്ലാഷ്ഡ് അഗെയിൻസ്റ്റ് ഇറ്റ്. എന്താണ് വാട്ടർ സ്പ്ലാഷ് ചെയ്യാന്ന് വെച്ചാൽ, അപ്പം അങ്ങനെ മഡ് കയറിയ സമയത്ത് നമ്മുടെ വാട്ടർ അങ്ങ് തെറിച്ചു. സ്പ്ലാഷ് ചെയ്യാന്ന് വെച്ചാൽ തെറിക്കുക, വാട്ടർ തെറിക്കുന്നതിനാണ് നമ്മൾ ഫ്ലാഷ് ചെയ്യാന്ന് പറയാം. എഗെയിൻസ്റ്റ് ഇറ്റ് ആൻഡ് സ്ലോലി ഫ്ലഡഡ് ഇറ്റ്. അപ്പം അങ്ങനെ മണ്ണും ചെളിയൊക്കെ കയറി വെള്ളം തെറിച്ചപ്പം നമ്മുടെ ബോട്ട് വെള്ളത്തിൽ അങ്ങ് മുങ്ങാൻ തുടങ്ങി. ഫ്ലഡഡ് എന്ന് വെച്ചാൽ എന്താണ് അല്ലെ? പ്രളയം എന്ന് പറയും. പ്രളയം എന്നാണ് കറക്റ്റ് വേർഡ്. നമ്മളിവിടെ മുങ്ങി എന്ന് ഉദ്ദേശിച്ചാൽ മതി. In a flash, the boy jumped into the stream and pulled the boat out of the water. He gave it to Anna. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കണ്ടപ്പോൾ നമ്മുടെ ഫാറ്റ് ബോയ് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി നമ്മുടെ എന്താ പറയാ പേപ്പർ ബോട്ട്സിനെ സേവ് ചെയ്തിട്ട് he gave it to Anna. അന്നയ്ക്ക് കൊടുത്തു. She took the boat and smiled. അവളത് വാങ്ങിച്ചിട്ട് ചിരിച്ചു. The boy smiled back pleasantly. അപ്പൊ അവനും ഇപ്പം എന്ത് ചെയ്തു? നേരത്തെ മങ്ങിയതാണെങ്കിൽ ഇപ്പൊ pleasantly വളരെ മനോഹരമായി ഹൃദ്യമായി അവനും ചിരിച്ചു. എന്നിട്ടോ Anna gently placed another boat in the stream. അപ്പൊ അവള് ബാക്കി ബോട്ടും കൂടി ഒഴുക്കി വിട്ടു. It sailed swiftly and drifted past. അങ്ങനെ അത് പെട്ടെന്ന് തന്നെ വെള്ളത്തിലൂടെ ഒഴുകിപ്പോയി. Soon it was out of sight. അത് കാണാൻ മറയത്തേക്ക് പോയി. Anna and the boy looked at each other and smiled. അപ്പോൾ അവർ രണ്ടുപേരും മുഖത്തോട്ട് നോക്കി ചിരിച്ചു. So here the story is end, and it's a beautiful story. What made Anna happy? Of course, the boy actually jumped in the stream and took out her boat. അവന്റെ ബോട്ടിനെ രക്ഷപ്പെടുത്തി. അതുകൊണ്ടാണ് she is happy. And what did not the boy destroy Anna's boats? എന്തുകൊണ്ടാണ് ബോട്ട് നശിപ്പിക്കാതിരുന്നത്? Of course, അവൾ വന്നപ്പോൾ തന്നെ അവന് 2 boats കൊടുത്തു. ആ സമയത്ത് അവന്റെ തെറ്റ് മനസ്സിലായി. So he is also very happy. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യാതിരുന്നത്.
So the story is very beautiful. നമ്മുടെ ഫസ്റ്റ് സ്റ്റോറിയിൽ ഹോണസ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് പഠിച്ചതെങ്കിൽ സെക്കൻഡ് സ്റ്റോറിയിൽ ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പിൻ്റെ സ്റ്റോറിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ വിട്ടുകൊടുക്കലും അതുപോലെ സ്വീകരിക്കലും ഒക്കെയാണ് ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ എപ്പോഴും അടി ഉണ്ടാക്കുന്നത് മാത്രമല്ല ഫ്രണ്ട്ഷിപ്പ് അല്ലേ. അപ്പോൾ നമ്മളൊക്കെ ചില സിറ്റുവേഷനിൽ ഇതുപോലെ ഒന്ന് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ സിറ്റുവേഷനും നല്ല സൗഹൃദങ്ങളും നല്ല ബന്ധങ്ങളും ഒക്കെ വളരാൻ ഒരു റീസൺ ആവാം. സോ ദാറ്റ് ഈസ് എ സ്റ്റോറി ആക്ച്വലി ടെയിങ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ കഥ. അപ്പോൾ ഇനി നമ്മളിതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഒരു പോയം ഉണ്ട്. ആ പോയം നിങ്ങൾ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പോയം എല്ലാവരും വായിച്ചു നോക്കുക. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പോയം. സോ ഇത്രയേ ഉള്ളൂ ഈ സ്റ്റോറി. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ വർക്കുകളൊക്കെ ചെയ്യാം. സോ ഈ സ്റ്റോറി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ സ്റ്റോറിയിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത വേർഡ്സ് ഞാൻ അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറേ വേർഡ്സ് ഉണ്ട്. സോ ആ വേർഡും അതിൻ്റെ മീനിങ്ങും ആണ് ടീച്ചർ കൊടുത്തിരിക്കുന്നത്. സോ കുട്ടികൾ എല്ലാവരും അത് നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്യാനും അതിൻ്റെ സ്പെല്ലിങ്ങും മീനിങ്ങും ഒക്കെ ഒന്ന് പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. സോ നമുക്ക് വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആൻഡ് ദ ഫസ്റ്റ് വൺ സ്ട്രീം. സ്ട്രീം എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്മോൾ ആയിട്ടുള്ള ചെറിയ അരുവിയില്ലേ, അതിനാണ് നമ്മൾ സ്ട്രീം എന്ന് പറയുക. ആൻഡ് മഡ്. മഡ് എന്ന് വെച്ചാൽ ചളി. ബെൻഡ്, ഒന്ന് നമ്മൾ ചായഞ്ഞ് ഒന്ന് വളയുന്നതിനാണ് നമ്മൾ ബെൻഡ് ചെയ്യുക എന്ന് പറയാം. ലോഞ്ച്. ലോഞ്ച് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? വിക്ഷേപിക്കുക. നമ്മൾ പുതുതായിട്ടൊരു കാര്യം ചെയ്യുന്നതിനൊക്കെ നമ്മൾ ലോഞ്ച് ചെയ്യുക എന്ന് പറയാറുണ്ട്. ആൻഡ് സെയിൽ. ജസ്റ്റ് ലൈക്ക് ദാറ്റ് നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുന്നതിന് ഡ്രൈവ് ചെയ്യുക എന്ന് പറയും അല്ലേ, വണ്ടി ഓടിക്കുന്നതിന്. ആൻഡ് ജസ്റ്റ് ലൈക്ക് ഫ്ലൈയിങ് എന്ന് പറയും. അതുപോലെ വെള്ളത്തിലൂടെ മൂവ് ചെയ്യുന്നതിനാണ് സെയിലിംഗ് എന്ന് പറയാം. ആൻഡ് ഡിലൈറ്റ്. ഗ്രേറ്റ് പ്ലഷർ. വളരെയധികം സന്തോഷിക്കുന്നതിനാണ് ഡിലൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് പൗണ്ട്സ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പൗണ്ട്സ് എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്നൊരു കാര്യം തട്ടിപ്പറിച്ചെടുക്കുക, റാഞ്ചുക, അതിനൊക്കെയാണ് പൗണ്ട്സ് എന്ന് പറയുക. സോ ദ നെക്സ്റ്റ് വേർഡ് സ്റ്റെയർ. സ്റ്റെയർ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ തുറിച്ചു നോക്കുന്നതിനാണ് സ്റ്റെയർ ചെയ്യാന്ന് പറയുക. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട്. ആൻഡ് ആം ചെയർ. ലാർജ് കംഫർട്ടബിൾ ചെയർ. നമ്മൾ ചാരി കിടക്കാൻ പറ്റുന്ന ചെയറിനാണ് ആം ചെയർ എന്ന് പറയുക. ദെൻ പൗട്ട്. പൗട്ട് എന്ന് വെച്ചാൽ ചിലപ്പോൾ ദേഷ്യത്തോടെയൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ ചുണ്ടൊക്കെ കൂട്ടില്ല, അതിനാണ് പൗട്ടഡ് എന്ന് പറയുക കേട്ടോ. കൺസോൾ. ഒരാളെ കംഫർട്ട് ചെയ്യുക, ആശ്വസിപ്പിക്കുക. ഓവർടേൺ. ഓവർടേൺ എന്ന് വെച്ചാൽ നമ്മുടെ ബോട്ട് മറിച്ചിട്ടില്ലേ, അതിനാണ് ഓവർടേൺഡ്, മറിച്ചിടുക. റൂഡ്. ബാഡ് മാനേർഡ്. അതായത് നമ്മുടെ ഫാറ്റ് ബോയ്സ് ആക്ച്വലി എങ്ങനെയാണ് എന്നോട് ബിഹേവ് ചെയ്തത്? റൂഡായിട്ടാണ്, അപമര്യാദയായിട്ട് പെരുമാറുന്നതിനാണ് റൂഡ് ആയിട്ട് പെരുമാറുക എന്ന് പറയാം. ക്ലച്ച്. ക്ലച്ച് ചെയ്യാന്ന് വെച്ചാൽ മുറുകെ പിടിക്കുക. ക്ലച്ചും ഹോൾഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹോൾഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് കയ്യിലൊരു കാര്യം പിടിക്കുന്നതിനാണ് പറയുക. ആൻഡ് ക്ലച്ച് എന്ന് വെച്ചാൽ മുറുകെ പിടിക്കുന്നതിനാണ് പറയുക. ഹെസിറ്റേറ്റ്ലി എന്ന് വെച്ചാൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ ഒരു കാര്യം ചെയ്യുന്നതിനാണ് നമ്മൾ ഹെസിറ്റേറ്റ്ലി ആയിട്ട് ചെയ്യാന്ന് പറയുന്നത്, അതായത് മടിയോടെ ചെയ്യുക. ക്യൂരിയസ്. ഈഗർ ടു നോ ഓർ ലേൺ സംതിങ്. വളരെ ജിജ്ഞാസയാണ് ഒരു കാര്യത്തിനാണ് ക്യൂരിയസ് എന്ന വേർഡ് യൂസ് ചെയ്യുക. ആൻഡ് ദ ലാസ്റ്റ് ട്രേസ്. ട്രേസ് ആയിട്ട് നമുക്ക് ഒരു സെന്റൻസ് ആയിട്ട് നമുക്കത് പറയാം. വിതൗട്ട് എ ട്രേസ് ഓഫ് സ്മൈൽ എന്നാണ് നമ്മുടെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ചിരിയുടെ ഒരു കണിക പോലും ഇല്ലാത്തതിനാണ് ട്രേസ് ഓഫ് സ്മൈൽ എന്നൊക്കെ പറയാം. ആൻഡ് നെക്സ്റ്റ് സ്പ്ലാഷ്. നമ്മൾ ശക്തിയായിട്ട് വെള്ളം തെറിപ്പിക്കില്ലേ, അതിനാണ് സ്പ്ലാഷ് എന്ന് പറയുക കേട്ടോ. ആ വേർഡ് സ്പെല്ലിംഗ് ഒക്കെ പഠിച്ചിരിക്കണം. ദെൻ ഫ്ലഡ്. നമുക്കൊക്കെ അറിയാം, പ്രളയം, അതായത് മുങ്ങുന്നതിനാണ് നമ്മൾ ഫ്ലഡ്. ഇവിടെ മുങ്ങുക എന്നൊരു അർത്ഥത്തിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്ലസന്റ്. വളരെ സന്തോഷത്തോടെ ചിരിക്കുക, അല്ലെങ്കിൽ ഒരു സന്തോഷകരമായ അവസ്ഥയ്ക്കാണ് ഹൃദ്യമായ എന്ന് പ്ലസന്റ് എന്ന് നമ്മൾ നോർമലി യൂസ് ചെയ്യും. ആൻഡ് സ്വിഫ്റ്റ്ലി. സ്വിഫ്റ്റ്ലി എന്ന് വെച്ചാൽ വേഗത്തോടെ. അപ്പം നമ്മുടെ സ്വിഫ്റ്റ് കാറിന്റെ അർത്ഥം എന്താണ്? വേഗത്തോടെയുള്ള യാത്ര ചെയ്യുന്നതിനായിരിക്കും അല്ലേ. ആൻഡ് ഡ്രിഫ്റ്റ്. ഒഴുകിപ്പോവുക, ഒരു കാര്യം നമ്മുടെ പേപ്പർ ബോട്ട്സ് അങ്ങനെ ഒഴുകിപ്പോയി, അതിനാണ് ഡ്രിഫ്റ്റ് എന്ന് പറയാം. സോ ഇത്രയും വാക്കുകളെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലുള്ളൂ. പേപ്പർ ബോട്ട്സ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു മെസ്സേജ് ആണ് തരുന്നത്. ഷെയറിങ്, കെയറിങ് ഒക്കെയാണ് ഫ്രണ്ട്ഷിപ്പ് എന്നാണ് നമ്മുടെ പേപ്പർ ബോട്ട്സ് പറയുന്നത്. സോ ചാപ്റ്റർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് എടുത്തത് നിങ്ങൾക്കൊക്കെ മനസ്സിലായെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. സോ ഇതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. പിന്നെ നമ്മുടെ ചാനലായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്ന് ബെൽ ബട്ടണും കൂടി അമർത്തുക, എന്നാലേ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നത് വരെ bye bye and take care. Thank you.